أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا صدق الله العلي العظيم. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയങ്കരായ സുന്നത്തെ മാഴത്തിന്റെ കർമ്മധീരരായ ഭടന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അള്ളാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. യമനിന്റെ നൊമ്പരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ അവതരണം, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ യമൻ കണ്ടിട്ടില്ല, നൊമ്പരങ്ങൾ തീരെ അനുഭവിച്ചിട്ടുമില്ല. എന്നിരിക്കെ ഈ ഒരു വിഷയ സംബന്ധിയായി എനിക്കതിന് അർഹതയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്കിവിടെ ആ പേര് വെച്ചതുകൊണ്ടുള്ള ഉദ്ദേശ്യം, യമനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിറകിലെ ലക്ഷ്യങ്ങൾ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ്. 3 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് യമൻ. ഇന്ന് 3 കോടി ജനതയുള്ള ആ രാജ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ലോകത്തുള്ള രാഷ്ട്രങ്ങളുടെ വികസനത്തിന്റെ പട്ടിക വെച്ച് അളന്നപ്പോൾ 176 നിന്ന് 154 എന്ന് പറയുന്ന സ്ഥാനത്താണ് UN യമനെ വെച്ചിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ നൽകിയിരുന്ന അന്നത്തെ സർട്ടിഫിക്കറ്റ് എന്തായിരുന്നു? നബിതങ്ങൾ നൽകിയിരുന്ന സർട്ടിഫിക്കറ്റ് അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, അതൊരു സർട്ടിഫിക്കറ്റായി. യമൻകാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അറഖു അഫ്ഇദ അൽയനു ഖുലൂബ, അതൊരു സർട്ടിഫിക്കറ്റായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിന, അത് 3ാമത്തെ ഒരു സർട്ടിഫിക്കറ്റായി. ഇന്ന് 3 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് 40% വരുന്ന ആളുകൾ ഷിയാക്കളാണ്. ഒരു 30-40% ഇടയിലുള്ള ജനത ഷിയാക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു അൽ ഈമാനു യമാനി. ഇന്നത്തെ അവസ്ഥ 40% വരുന്ന ആളുകൾ ഷിയാക്കളാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഈമാനാണോ ഹിക്മത്താണോ? അല്ല. ഷിയായിസം എന്ന് പറഞ്ഞാൽ അത് സബഇയ്യത്താണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ സബഇയ്യാക്കളാണ്. എന്താണ് സബഇയ്യത്ത് എന്ന് വെച്ചാൽ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് നിലവിലുണ്ടായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ, അഥവാ ഇസ്ലാം, ഈ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ജൂതന്മാർ രംഗത്തിറക്കിയ ഒരാളുണ്ടായിരുന്നു, പേര് സെന്റ് പോൾ. സെന്റ് പോൾ വന്നിട്ടാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിനെ ക്രൂശീകരണത്തിന്റെ മതമാക്കിയത്. ദൈവപുത്രൻ എന്ന തസ്തിക സൃഷ്ടിച്ചത് സെന്റ് പോളാണ്. സുന്നത്ത് കല്യാണം കഴിക്കേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവന്നത് സെന്റ് പോളാണ്. സ്ത്രീകൾ അഥവാ നസാറ സ്ത്രീകൾ പർദ്ദ ധരിക്കേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവന്നത് സെന്റ് പോളാണ്. സ്വാഭാവികമായും യേശുക്രിസ്തുവിനെ തഈലീഹ് അഥവാ ഇലാഹാക്കൽ എന്ന് പറയുന്ന ഒരു പ്രമോഷൻ കൊടുക്കൽ വഴി സെന്റ് പോൾ ക്രിസ്തു മതത്തെ നശിപ്പിച്ചു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി സെന്റ് പോളിന്റെ സ്ഥാനത്ത്
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ജൂതന്മാർ ഇറക്കിവിട്ട ഒരു സെന്റ് പോളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സബ. ആ അബ്ദുല്ലാഹ് ഇബ്നു സബ ഫസ്റ്റിൽ തുടങ്ങിയത് നേരെ സെന്റ് പോൾ തുടങ്ങിയ അതേ കാര്യം തന്നെയാണ്. എന്തായിരുന്നു സെന്റ് പോൾ ചെയ്തത്? തഇലീഹ്, യേശുവിനെ ഇലാഹുവൽക്കരിക്കുക അഥവാ ദൈവപുത്രനാക്കി ഉയർത്തുക. അബ്ദുല്ലാഹ് ഇബ്നു സബ ചെയ്തത് എന്താണ്? ആദ്യമായി അദ്ദേഹം ചെയ്യുന്നത് മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ നടന്നിട്ട് നിങ്ങളുടെ കാര്യം അജബുൻ കൗതുകമുണ്ട്, എന്താ മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം അത്ഭുതം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ആകാശത്തേക്ക് ഉയർത്തി 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 എന്നും ആ ഈസാ നബി അലൈഹി ഇസ്ലാം അവസാന കാലത്ത് റജിഅത്തുണ്ട്, റുജൂഉണ്ട്, മടങ്ങി വരുന്നുണ്ട് എന്നും വിശ്വസിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈസാ നബിയേക്കാളും മഹാനല്ലേ? എങ്കിൽ പിന്നെ റുജൂഇന് ഏറ്റവും അർഹത നമ്മുടെ നേതാവിനല്ലേ? ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു റജിഅത്തുണ്ട്, തിരിച്ചുവരവുണ്ട്. തെളിവെന്താണ്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന നാം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യേശുവിനുള്ളതിനേക്കാൾ കൂടുതൽ ബൃഹത്തായ രൂപത്തിലുള്ള ഒരു വരവ് ഉണ്ട്. ഈ ഒരു ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യം കൂഫ ഏരിയയില് വളരെയധികം ലോലമനസ്കരായ സാധുക്കളായ മുഅ്മിനീങ്ങളുടെ വിശ്വാസം ആ മനുഷ്യൻ തെറ്റിച്ചു. തുടർന്ന് അതിനുശേഷം ഈ സബ് അബ്ദുല്ലാഹ് ഇബ്നു സബ ലോലമനസ്കരല്ലാത്ത വളരെയധികം മുറിയ മനസ്സുള്ള പരുഷ സ്വഭാവമുള്ള ആളുകളെ കാണാൻ കൂഫയിൽ നിന്ന് മിസ്റിലേക്ക് പോവുകയുണ്ടായി. മിസ്റിലേക്ക് പോയതിനു ശേഷം അവിടെ അദ്ദേഹം ഉയർത്തിയ കാർഡ് ഈ തഇലീഹിന്റെ കാർഡല്ല. അദ്ദേഹം അവിടെ ഉയർത്തിയ കാർഡ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിയമിച്ചിട്ടുള്ള നിരവധി ഗവർണർമാർ അവർ സ്വജനപക്ഷപാതികളാണ് എന്ന ഒരു പൊളിറ്റിക്സ് കാർഡാണ്. നേരത്തെ അദ്ദേഹം ഉയർത്തിയത് ഒരു തിയോളജി കാർഡാണെങ്കിൽ ഈജിപ്തിൽ അദ്ദേഹം ഉയർത്തിയത് രാഷ്ട്രീയ കാർഡാണ്. ആ കാർഡ് കാണിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സബന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്ത് ഈജിപ്തിൽ നിന്ന് കുറെ മാവോയിസ്റ്റുകളെ കിട്ടി. കൂഫയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് കുറേയധികം എന്താ പറയുക, ഒരു ഭക്തിപ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാനം എന്നപോലെ ഒരുതരം ബുക്കായ പ്രസ്ഥാനം, കരച്ചിൽ പ്രസ്ഥാനം. ആ കരച്ചിൽ പ്രസ്ഥാനക്കാരെയാണ് കൂഫ ഏരിയയിൽ നിന്ന് അദ്ദേഹം സംഘടിപ്പിച്ചത്. അവർ അത്യാവശ്യം ലോലമനസ്കരായിരുന്നു, മറ്റവർ പരുഷ സ്വഭാവക്കാരായിരുന്നു. ഇവര് രണ്ടു കൂട്ടരെയും തന്റെ ചെറുകിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് വളരെ നന്നായി പരിപോഷിപ്പിച്ചെടുക്കാൻ, അയാൾ വിചാരിച്ച വഴിയിലൂടെ പരിപോഷിപ്പിച്ചെടുക്കാൻ. എന്താ ഉദ്ദേശം? തഫ്രീഖത്ത്, മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന്. ആ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം പണിയെടുത്തപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നിടത്തേക്കെത്തി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്നതാര് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായും പറയാൻ പറ്റുന്ന മറുപടി പ്രധാനമായും മാവോയിസ്റ്റുകളാണ്. അതായത് ഈജിപ്തിലെ മാവോയിസ്റ്റുകൾ. ഇതിന്റെ പിന്നാമ്പുറം പ്രവർത്തിച്ച, അനുകൂല മനസ്കനായി പ്രവർത്തിച്ച കുറെ ആളുകളുണ്ട്.
അവരാരാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കരച്ചിൽ പ്രസ്ഥാനക്കാരാണ്. അഥവാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയതിനു ശേഷം തിരിച്ചുവരും എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. ഈ തിരിച്ചുവരവ് എന്ന് പറയുന്ന സംഗതി അതിനെ കുറെ കൂടി ചേരുവകൾ ചേർത്തിട്ടാണ് പിന്നീട് അബ്ദുല്ലാഹി സബഹ് പറയാൻ തുടങ്ങിയത്. എന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടാമതായി ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നബിതങ്ങളോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് എല്ലാ ഓരോ നബിമാർക്കും വസീയുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസീയ് അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് നബിതങ്ങളുടെ വിൽപത്രം ഉണ്ടായിരിക്കെ ആ വിൽപത്രത്തിന് വിപരീതമായിട്ടാണ് ഉസ്മാൻ എന്നവർ ഇപ്പോൾ കസേരയിലിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം കൂഫയിൽ ആളുകളെ മുറുക്കിയത്. അപ്പോൾ കരയാൻ ഇഷ്ടം പോലെ ആളുണ്ടായി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്നുള്ള തൽക്കാലം അവിടെ മാറ്റി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ആളുകളെ കരയിപ്പിക്കാൻ പറ്റുന്ന ഒന്ന്, അഹോ കഷ്ടം, ഇത് വല്ലാത്തൊരു നഷ്ടമായി പോയി. നബിതങ്ങളുടെ വസീ ഇവിടെ ഉണ്ടായിരിക്കെ ആ ആളെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഉസ്മാൻ എന്നവർ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് വല്ലാത്തൊരു തെറ്റായി പോയല്ലോ. ഈ കരച്ചിൽ പ്രസ്ഥാനക്കാരിൽ നിന്ന് അത്യാവശ്യം കൈബലമുള്ളവർ മേൽപ്പറയപ്പെട്ട മാവോയിസ്റ്റുകളുമായി കൂടിച്ചേർന്നിട്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കലുണ്ടായിട്ടുള്ളത്. വധം കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ നീങ്ങുന്നത് മറ്റൊരു ലൈനിലാണ്. സബ വിചാരിച്ച ലൈനിലൂടെ അല്ല നീങ്ങുന്നത്. എന്നാലോ തീർത്തും അല്ല എന്ന് പറയുകയും ചെയ്തുകൂടാ. എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്ന നേരത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവർ ബയ്യത്ത് ചെയ്തതിനനുസരിച്ചുകൊണ്ട് ഇനി ആരും ബയ്യത്ത് ചെയ്യാൻ ബാക്കി വെക്കരുത്, എനിക്ക് നിങ്ങളുടെ കൂട്ടമായ ഒരു അംഗീകാരം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായും മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തൽസമയത്ത് കൂഫയിൽ നിന്നും മദീനയിൽ നിന്നും ഒരുപാട് അകലെ സാക്ഷാൽ ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ് അതുപോലെ തന്നെ ഡമസ്കസ് ഒക്കെ നിലകൊള്ളുന്ന ശാം പ്രവിശ്യയിലെ ഔദ്യോഗിക ഗവർണറായിട്ടുണ്ട്. ഈ മുആവിയ റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖാണ്. അലി റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖായതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖാണ്. മുആവിയ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബായിരുന്നു. എന്തൊക്കെയാണ് എഴുതാനുള്ളത് പ്രധാനമായും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സയ്യിദുൽ സാബിത്ത് റളിയല്ലാഹു അൻഹു ഓരോരുത്തർ എഴുതുന്നത് പോലെ എഴുതില്ല. രണ്ടാമതായി ഈ ഫത്ഹ് അഥവാ മക്ക ഫത്ഹിനോട് കൂടെ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, പല ഗോത്രങ്ങളും കൂട്ടമായി വരുമ്പോൾ ആ വരുന്ന മുഴുവൻ ഗോത്രങ്ങൾക്കും അവരവരോട് ബന്ധപ്പെട്ട അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിനൊത്ത രൂപത്തിലുള്ള കത്ത് തയ്യാറാക്കലും കത്ത് സ്വീകരിക്കലുമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ 2 വർഷക്കാലത്തെ പ്രധാനപ്പെട്ട ജോലി. ഈ കത്തുകളിൽ പരിപൂർണമായും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വികാരങ്ങളും അതിലുണ്ടാകും. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? മുജ്തഹിദ് മുത്ലഖാകുവാൻ ഇസ്ലാമിലായും കൊണ്ട് ദീർഘകാലം നബിതങ്ങളോടൊപ്പം നടന്നിട്ടില്ല എങ്കിലും ഒരല്പസമയം കൊണ്ട് തന്നെ മുജ്തഹിദ് മുത്ലഖാകാൻ ആവശ്യമായ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം മുആവിയ റളിയല്ലാഹു അൻഹു കിട്ടിക്കഴിഞ്ഞു ഈ 2 വർഷക്കാലം കൊണ്ട്.
കേവലം ഖുർആനായത്തുകൾ മാത്രമല്ല, ഖുർആനായത്തുകളിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന വിഷയങ്ങൾ, നബിതങ്ങളുടെ വിചാരവികാരം, അത് ഓരോ ഗോത്രത്തലവനും എഴുതുമ്പോൾ അവിടുത്തെ മറുപടി വരുമ്പോൾ അത് വായിക്കുക, അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്കുള്ള ഈ ജനങ്ങളുടെ കുത്തൊഴുക്കിന് ആവശ്യമായ എല്ലാ വകുപ്പുകളും തിരിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇത് മണത്തറിഞ്ഞുകൊണ്ട് തന്നെ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു വനിതാ പ്രൈവറ്റ് സെക്രട്ടറി ഈ ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന് വേണമെന്ന് കണ്ടപ്പോഴാണ് ബുദ്ധിരാക്ഷസിയായ ആയിഷാ ബീവിയെ നബിതങ്ങൾ കല്യാണം കഴിക്കുന്നത്. അത് തങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുകയുണ്ട്. മുഴുവൻ ആളുകൾക്കും കൂടി എത്തിയ ഇസ്ലാം ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പല വികാരങ്ങളും പുരുഷന് സ്ത്രീയോട് പറയാൻ പറ്റാത്തതാണ്. ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് എന്നതിന്റെ പേരിൽ പെണ്ണുങ്ങളോടും കൂടി തങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ, പക്ഷെ ആണായി പോയി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ആവശ്യം എങ്ങനെ നിറവേറും? താൻ്റെടിയായ ഒരു വനിതാ സെക്രട്ടറി ഉണ്ടായാൽ പറ്റും, പക്ഷെ വനിതാ സെക്രട്ടറി തൊടാൻ പറ്റുന്നതായിരിക്കണം. ആയതുകൊണ്ട് ആയിഷാബി കല്യാണം കഴിക്കും. അത് ശരിക്കും എഫക്ട് ചെയ്തു. ഇതുപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ 2 വർഷക്കാരൻ നബിയോടൊപ്പമുള്ള പെരുമാറ്റഘട്ടത്തിൽ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ DNA മനസ്സിലായതുകൊണ്ട് തങ്ങൾ ദുആ നടത്തി. അല്ലാഹുമ്മ ജഅൽഹു ഹദിയം മഹ്ദിയ വഹ്ദിബി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഒരു വലിയ സമ്പത്തായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഒരൊറ്റ ചെറിയ ദുആ കൊണ്ട് മുജ്തഹിദ് മുത്ലഖായി മറിഞ്ഞുവെങ്കിൽ, അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഒരു ചെറിയ ദുആ കൊണ്ട് 2 പ്രാവശ്യം ഈത്തപ്പന തോട്ടത്തിന് വളർച്ചയുള്ള ഒരു തോട്ടക്കാരനായി മാറി 2 വർഷത്തിൽ തങ്ങളുടെ ഒരു ദുആ കൊണ്ടാണ്. എങ്കിൽ അതുപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആ ഫലമായിട്ട് മുജ്തഹിദ് മുത്ലഖായി തീരുകയുണ്ടായി. ഇവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ട സന്ദർഭത്തില് ഷാമിൽ നിൽക്കുന്ന ഭരണകർത്താവാകുന്ന മഹാനവർകൾ വിശുദ്ധ ഖുർആനിന്റെ 6000 ഫുൾ ആയത്തുകൾ കൊണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് എന്താണ്? നാം വിഷയം മനസ്സിലാക്കാം. വമൻ ഖുതില മദ്ലൂമ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന. എല്ലാവർക്കും അറിയില്ലേ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് എല്ലാ മുജ്തഹിദ് മുത്ലഖുകൾക്കും ഉള്ളതുപോലെ ഒരു ബാധ്യതയുണ്ട്. എന്താണത്? തന്റേതായ ഇജ്തിഹാദിൽ, തന്റേതായ വന്നിൽ എന്താണോ മികച്ചു വരുന്നത്, ആ മികച്ചു വരുന്നതിനെ നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണം. ഒരു മുജ്തഹിദ് മുത്ലഖ് മറ്റൊരു മുജ്തഹിദ് മുത്ലഖിന് വേണ്ടി തന്റെ ബ്രെയിൻ അടിയറവ് വെക്കരുത്. അതാണ് സത്ത്. ഇത് നിർമ്മാണമല്ലോ, ഇതൊപ്പാണല്ലോ. അപ്പോൾ വമൻ ഖുതില മദ്ലൂമ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന എന്ന ആയത്തിൽ മുജ്തഹിദ് മുത്ലഖായ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനായ യോഗ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യോഗ്യത ഉണ്ടായിട്ട് ഞാൻ ഇജ്തിഹാദിന് പോയത്. അതിലെന്താ കാണുന്നത്? ആർക്കെങ്കിലും തന്റേതായ ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ കൊല്ലപ്പെട്ടത് മദ്ലൂമായിട്ടാണ് എങ്കിൽ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, കൊല്ലപ്പെട്ടയാളുടെ വലിയന് ഞാൻ ആക്ഷൻ സ്വീകരിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ വലിയ ആരാണ്? എല്ലാ അർത്ഥത്തിലും വലിയ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. കാരണം ഇബ്നു അമ്മാൻ. അപ്പോൾ മഹാനവറുകൾ ഈ ആയത്തിൽ നിന്ന് എന്തു മനസ്സിലാക്കി? എനിക്ക് അല്ലാഹ് സുൽത്താനെ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഖതലത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ എന്റെ കയ്യിൽ കിട്ടണം, എനിക്ക് അതിന് പ്രതികാര കൊല നടത്തണം എന്ന് ഖുർആൻ എന്നോട് പറയുന്നു. ഇതാണ് മഹാനവറുകളുടെ തേവി ഇജ്തിഹാദ്. അത് പറഞ്ഞപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇരിക്കട്ടെ, അത് ചെയ്യാനായിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പ്രജയാണ്. ജനങ്ങൾ ഇവിടെ ബൈഅത്ത് ചെയ്തുകൊണ്ട് എന്നെ ഇരുത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രജയുടെ ചുമതല എന്താണ്? ഒരൊറ്റ പ്രജയും നിയമം കയ്യിലെടുക്കാൻ പാടില്ല.
സ്വന്തമായി ഒരു ആക്ഷൻ സ്വീകരിക്കാൻ ആർക്കും പാടില്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ പോലീസ് നിയമം നടപ്പാക്കുക എന്നല്ലാതെ നമുക്കാരെയോ തല്ലാനോ പിടിക്കാൻ അധികാരമുണ്ടോ? ആയതുകൊണ്ട് പ്രജ ചെയ്യേണ്ടത് പെറ്റീഷൻ തരലാണ്. നിങ്ങൾ എന്നോട് തൊലവ് ചെയ്യുക, എന്നിട്ട് ഞാനിതിവിടെ നടപ്പാക്കുക, ഇതാണ് വേണ്ടത്. എന്നോട് നിങ്ങൾ തൊലവ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം? ആദ്യം എന്റെ പ്രജയാണ് എന്ന് നിങ്ങളൊന്ന് ബയ്യത്ത് ചെയ്യണം. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കി. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസ്വാസു, ഇതൊരായത്താണ്. അപ്പോൾ കൊല നടന്നാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഖിസ്വാസാണ്. അലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഖിസ്വാസ് നടപ്പാക്കണമെങ്കിൽ ഹാക്കിമ് വേണ്ടേ? ഹാക്കിമെ ഇവിടെ ഉറപ്പിച്ചതിന് ശേഷം ഹാക്കിമല്ലയോ ഖിസ്വാസ് നടത്തേണ്ടത്? രണ്ടുപേരും ഇജ്തിഹാദുമ്മ തന്നെ നിൽക്കുകയുണ്ടായി. ഈ ഇജ്തിഹാദുമ്മ തന്നെ നിൽക്കുമ്പോൾ അഥവാ ഘാതകരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടി കൊല്ലുകയോ ചെയ്തേ പറ്റൂ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ. അലി റളിയല്ലാഹു അൻഹു നിങ്ങൾ ബയ്യത്ത് ചെയ്യൽ ആദ്യം നിർവഹിക്കൂ എന്നുള്ള ഒരു വിചാരത്തിൽ മഹാനവറുകളും. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിബ്നു സബയിൽ വളർത്തിയെടുത്തിട്ടുള്ള കരയൽ പ്രസ്ഥാനക്കാരുണ്ടല്ലോ, ആ കരയൽ പ്രസ്ഥാനക്കാർക്ക് പേടിയായി. എന്താ പേടി? ഇതെങ്ങനെ പോയാലും അപകടം തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു പകരം കിട്ടിയാലും ഉസ്മാൻ എന്നവർക്ക് പിടിച്ചു കൊടുത്താലും ഞങ്ങളുടെ കാര്യം അപകടമാണ്, ഞങ്ങളുടെ കാര്യമാണ് അപകടമാണ്. കാരണം അവർക്കറിയാമല്ലോ അവരാണ് കൊന്നത് എന്ന്. ഇവരെക്കാൾ കൂടുതൽ പേടി ആർക്കുണ്ടായി? ഇവരെക്കാൾ കൂടുതൽ പേടി മാവോയിസ്റ്റുകൾക്കുണ്ടായി. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട മാവോയിസ്റ്റുകളുണ്ടല്ലോ, അവർക്ക് ഇതിനേക്കാൾ വലിയ പേടിയായി. കാരണം മുആവിയ എന്നവർ എവിടെയുള്ളത്? ഈജിപ്തിന്റെ തൊട്ടടുത്ത് ഡമസ്കസിലാ മഹാനവറുകളുള്ളത്. ഏത് സന്ദർഭത്തിലും തങ്ങൾ ഗളച്ഛേദം ചെയ്യപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് ആ മാവോയിസ്റ്റുകളുള്ളത്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു പറയാൻ പാടില്ല. സുഫീൻ യുദ്ധം എന്ന് പറയുന്നത് നടന്നു. സുഫീൻ യുദ്ധം എന്ന് പറയുന്നത് നടന്നു. സുഫീൻ യുദ്ധത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് തികച്ചും ഈ പറഞ്ഞ രണ്ട് ഇജ്തിഹാദിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഈ രണ്ട് പശ്ചാത്തലത്തിലുള്ള ചിന്താഗതിയെയും കുറിച്ച് ഫിഖ്ഹിന്റെ നിയമം എന്താണ്? ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അടക്കം എല്ലാ ആളുകളും നമ്മെ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് പോകണ്ട. യുദ്ധം നടന്നു തന്നെ. യുദ്ധത്തിൽ പങ്കെടുത്ത ഇരു കക്ഷികളും കൂലിയുള്ളവരാണ് എന്നാണ്. അതല്ലേ ഫിഖ്ഹ് പറയുന്നത്? അങ്ങനെ പിന്നെ എന്താണ് അപ്പോൾ ചർച്ചയ്ക്ക് പോകുന്നത്? യുദ്ധത്തിൽ പങ്കെടുത്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ബറ്റാലിയനും യുദ്ധത്തിൽ പങ്കെടുത്ത അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറ്റാലിയനും, രണ്ട് ബറ്റാലിയനും കൂലിയുള്ളവരാണ്. എന്തുകൊണ്ട്? നബി തങ്ങളാണ് പഠിപ്പിച്ചത്. എന്ത്? ഇജ്തിഹാദിന് കെൽപ്പുള്ളയാള് ഇജ്തിഹാദ് നടത്തിയിട്ട് നഫ്സുൽ അംറുമായി മുവാഫിഖായാൽ രണ്ട് സവാബ്, നഫ്സുൽ അംറുമായി മുവാഫിഖാവാതെ ഖതർ സംഭവിച്ചാൽ ഒരു കൂലി. അപ്പോൾ സിഫീൻ യുദ്ധം കൊണ്ട് എങ്ങനെയാലും ഇസ്ലാമിന് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ, കോട്ടമില്ല എന്ന് പറയാം. മതപരമായി വീക്ഷിക്കുമ്പോൾ കോട്ടമില്ല. യുദ്ധത്തിൽ പങ്കെടുത്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിനും കൂലി, മുആവിയ മറുഭാഗത്തുള്ളവർക്കും കൂലി. കാരണം എന്താണ്? ഇജ്തിഹാദിൽ ഖതർ സംഭവിച്ചതാണ്. ഇജ്തിഹാദിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഭാഗത്തേക്ക് കൂടുതൽ ചർച്ചയ്ക്ക് പോകരുത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞുള്ളത്. ഇവിടെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുമ്പ് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഒരവസരത്തിൽ ഒരു ചാൻസിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. മുസ്ലിമിന്റെ ഹദീസാണ്, സ്വഹീഹ ഹദീസാണ്. ഈ മുസ്ലിമിന്റെ ഹദീസിനോടുള്ള അല്പം ബാക്കി പത്രം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടില്ലെങ്കിലും മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം. ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എന്തായി നോക്കുക. അമ്മാർ എന്നവരോട് തങ്ങൾ പറയുന്നു തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ. നാം ഒറ്റ നോട്ടത്തിന് പക്ഷെ നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും? അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലും,
ആര് കൊല്ലും? അൽ ഫിഅത്തുൽ ബാഗിയ, ബാഗിയത്തായ ടീം, ബഗിയിന്റെ ടീം കൊല്ലും. യഥാർത്ഥത്തിൽ സിഫീൻ യുദ്ധത്തിൽ ഒരു രാത്രി, നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വരെയും യുദ്ധം നടന്നു. യുദ്ധം നടന്ന മഗ്‌രിബിന് ശേഷവും യുദ്ധം തുടരുകയാണ്. 94 വയസ്സ് പ്രായമുള്ള ഈ അമ്മാർ റളിയല്ലാഹു അൻഹു, അന്ന് 94 വയസ്സുള്ള അമ്മാർ റളിയല്ലാഹു അൻഹു ഈ ഇരുട്ടിന്റെ മറവിലും നേരിയ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ അറ്റാക്കിലും അദ്ദേഹം അടർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയുണ്ടായി. അവിടെ വെച്ചുകൊണ്ട് മഹാൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്. തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാദിയ എന്ന് പറയുന്ന ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ഒന്നടങ്കം ബാദിയത്ത് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ വിശേഷങ്ങൾ കേൾക്കുക. ഒരിക്കലും മുആവിയത്ത് എന്നവരെ കുറ്റവാളി എന്ന് വിളിക്കാൻ പാടില്ല. കാരണം നബി തങ്ങളല്ലേ പറഞ്ഞത്, എന്ത്? ഇജ്തിഹാദ് നടത്തിയിട്ട് നഫ്സുൽ അംറിനോട് മുവാഫിക്കായിട്ടില്ലെങ്കിലും ഒരു കൂലിയുണ്ട്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു കൂലിയല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു തന്നെ വെക്കുക. ആര് കൊന്നു? മുആവിയ റളിയല്ലാഹു അൻഹുവും പാർട്ടിയും കൊന്നുവെങ്കിൽ പോലും ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തുണ്ടാവണം? പടച്ചോ കൂലി കൊടുക്കണം. കാരണം കൂലി കൊടുക്കുന്ന പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ എന്ന് പറയുമ്പോൾ ഫിന്നാരി എന്ന പ്രയോഗവും മഅ്ജൂർ എന്ന പ്രയോഗവും താറുക. കൂലി ഉണ്ടാവുക നരകത്തിൽ കൊടുക്കുക. അപ്പൊ കൂലി നരകത്തിൽ നിൽക്കണ്ടേ? അങ്ങനത്തെ നരകണ്ട അതല്ലേ പിന്നെ അഖിലമസയില്ല കൂലി കിട്ടുന്ന നരകം. അപ്പൊ അത് താറുന്നതാണ്. എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാന്യ സുഹൃത്തുക്കളെ, അൽ ബാദിയ എന്നതിന് എന്തു മാത്രമേ അർത്ഥം കൊടുക്കാൻ പാടുള്ളൂ? അൽ ഖാതിഅ എന്നേ അർത്ഥം കൊടുക്കാൻ പാടുള്ളൂ. ഏതുപോലെ അസാ ആദമു റബ്ബഹു, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഞെട്ടുന്നില്ലല്ലോ. കാരണം തേർവീൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. വജദനാക ളാല്ലൻ ഫഹദ, ആരും ഞെട്ടുന്നില്ലല്ലോ. കാരണം തേർവീൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. അറിയാം എങ്കിൽ ആ തേവീൽ വെച്ചുകൊള്ളണം. അൽ ബാദിയ എന്നതിന് എന്താ തേവീൽ? അൽ ഖാതിഅ. ഇജ്തിഹാദിൽ ഖത്അ പറ്റിയ ആളുകളാണ്, അവരുടെ ഭാഗത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്താക്കാൻ പറ്റിയില്ല? മഹാനവറുകളെ കുറ്റവാളി എന്ന് പറയാനോ അതല്ലെങ്കിൽ തെറ്റായ നടപടി എന്നോ പറയാൻ പാടില്ല. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, പരലോകത്തേക്ക് പോകുന്നുണ്ട്. എങ്ങനെ ഞാൻ നിങ്ങളൊക്കെ പോകുന്നത്? തല തടവുക എന്നുള്ള ആ അവസരത്തും ഒരു തോണ്ടും തോണ്ടിയിട്ട് 60-70 കൊല്ലക്കാലം ജീവിക്കുന്ന നമ്മളൊക്കെ പരലോകത്തേക്ക് ചെല്ലുകയാണ്. ഒരു തോണ്ടും തോണ്ടിയിട്ട് ഒരു പക്ഷേ നഫ്സുൽ അംറിൽ അള്ളാഹ് പാസാക്കി വെച്ചത് പുള്ളു തടയണമെന്ന മാലിക്കിമാമിന്റെ ആ തിയറിയാണ് അള്ളാഹുവിന്റെ അടുക്കുള്ളത് എങ്കിൽ പടച്ചോന്റെ മുമ്പിൽ എത്തുന്ന സന്ദർഭത്തിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചോദിക്കുക, പഠിച്ചോനെ എന്തായിരുന്നു ആ വിഷയത്തിലെ ശരി? ഞങ്ങളൊരു ശരി, അവരൊരു ശരി, ഇതിനിടെ കൂടി ശരാശരിയായിട്ട് ഞങ്ങൾ കുറെ കളിച്ചു. എന്താ പഠിച്ചോനെ ശരി എന്ന് വെച്ചാൽ അള്ള എന്താ പറയാ? സംഗതി ഉസ്താദ് പറഞ്ഞത് തന്നെ, മാലിക്കിമാവ് പറഞ്ഞത് തന്നെ. പക്ഷേ നോ പ്രോബ്ലം, വിഷയമൊന്നുമില്ല, അങ്ങനെ പോട്ടെ, ഹല്ലി വലിയ ഇങ്ങനെ നമ്മുടെ നല്ല ഹല്ല വലി പറഞ്ഞു. അല്ലെങ്കിൽ തിരിച്ചു ആവാം. എത്രയോ പ്രാവശ്യം വുളു എടുത്തതിന് ശേഷം പെണ്ണുങ്ങളെ തൊട്ടുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിച്ചു അങ്ങോട്ട് ചെന്നു. നമ്മൾ തൊടാതെയും നമ്മൾ അവിടെ എത്തിയ ശേഷം കണക്ക് നിൽക്കാൻ പോയി പഠിച്ചോന്റെ മുമ്പിൽ. അള്ളാഹുവെ, മൂപ്പരുടെ നിലയായിരുന്നു ശരി, മൂപ്പർ കുറെ പെണ്ണുങ്ങളുമായിട്ട് കളിച്ചാവാം വുളു എടുത്തത്. ഞങ്ങൾ കളിക്കാതെ എത്തിയാൻ പറഞ്ഞു. ഏതായിരുന്നു ശരി? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ കഷ്ടപ്പെട്ടു, സംഗീതി മുമ്പിലുണ്ടായി ശരി. തൊട്ടിരുന്നെങ്കിൽ അത് നിങ്ങളെ ലാഭം. പക്ഷെ ഇനി പറഞ്ഞു തരില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് ശരീരത്ത്. അതൊക്കെ തന്നെയാണ് ശരീരത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള. എങ്കിൽ ഇതേ അവസ്ഥയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് ഖത്അ ഇജ്തിഹാദിൽ സംഭവിച്ചാൽ ആ സംഭവിച്ചതിന്റെ ഫൈനൽ എത്രയുണ്ടാവുള്ളൂ? അത്രയും ഉണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, ഈ രണ്ടുപേരും മരണപ്പെട്ടതിനു ശേഷം മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും രണ്ടുപേരും വഫാത്തായതിനു ശേഷം പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തിന് ഒരു റുഇയ ഉണ്ടായി, ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ അനുഭവപ്പെട്ടത് മഹാനായ നബിതങ്ങള്, അതുപോലെ തന്നെ സ്വഹാബിമാർ, മറ്റു രണ്ട് പ്രമുഖരും, ഇവരൊക്കെ നിൽക്കുന്ന സദസ്സിലേക്ക് പെട്ടെന്ന് കണ്ടിരിക്കുന്നു രണ്ട് വ്യക്തിത്വങ്ങളെ ആനയിക്കപ്പെടുന്നു. ഒന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇവരെ രണ്ടുപേരെയും ഒരു റൂമിനകത്തേക്ക് മാറ്റപ്പെടുന്നു.
സ്വപ്നം കണ്ടാൽ കാണുന്ന കാഴ്ചയാണ്. ഒരു സ്വകാര്യ റൂമിലേക്ക് മാറ്റപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. മഹാനവറുകൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. അതിനുശേഷം ഈ സ്വപ്നം കാണുന്ന ആൾക്ക് ആശങ്കയെ, കാരണം മറ്റേ ആൾ വരുന്നില്ലല്ലോ. തുടർന്ന് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഡോർ തുറന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. അദ്ദേഹമാണെങ്കിലോ അതേ പ്രകാരം സുസ്മേരവദനാണ്. ചോദിച്ചു എന്തായി? അപ്പോ അല്ലാഹു തആല ഖലാലി, മഹാനായ ഉമർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ. ഈ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തആല ഞങ്ങൾക്കിടയിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഖലാലി, എനിക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷത്തിന് മഹാൻ കാരണം പറയാം, ജാലനി മഗ്ഫൂറ, മഹാന്റെ മറുപടിയാണ്. അപ്പൊ ഇത് ഈ സ്വപ്നത്തിലൂടെ എന്ത് മനസ്സിലായി? നമുക്കതിൽ ഇടപെടേണ്ട ഒരു വിഷയമില്ല, ഒരു വിഷമവുമില്ല. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇതിങ്ങനെ കൊള്ളിക്കാം. ഖാതിലു അമ്മാരിൻ വസാരിബുഹു ഫിന്നാരി എന്നുള്ളത് പിന്നെ എങ്ങനെ കൊള്ളിക്കും? പിന്നാരി എവിടെ ഉണ്ടല്ലോ. മറ്റേത് ഹാത്തിയത്ത് എന്ന് പറഞ്ഞങ്ങനെ പോവാം. എന്നാൽ മാന്യ സുഹൃത്തുക്കളെ, ഇനിയും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അബുൽ ഖാദിയ എന്ന് പറയുന്ന ഒരാളാണ് ഡയറക്റ്റ് അമ്മാർ എന്നവരെ വധിച്ചിട്ടുള്ളത് എന്ന് ചരിത്ര കിതാബുകളിൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഓരോ വിഷയത്തെയും ഗൈബിന്റെ കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തിത്വമാണെന്ന് യാതൊരു സംശയമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഹസൻ റളിയല്ലാഹു അൻഹു വല്ലിപ്പാന്റെ കാലുമ പിടിച്ച് തൂങ്ങാൻ പറഞ്ഞ സന്ദർഭത്തിലും ഈ മകൻ രണ്ട് കക്ഷികൾക്കിടയിൽ ഐക്യം വരുത്തുന്നയാളാണെന്ന് പറഞ്ഞത്. അപ്പൊ നബി തങ്ങൾ എത്ര വർഷം പുറകോട്ടാ ചിന്തിക്കുന്നത്, കാണുന്നത്? കുഞ്ഞിനാകപ്പാട് 6 വയസ്സ് കാണും. അത് തങ്ങൾ പറയുമ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സന്ധി ഇവിടെ വെച്ച് കാണുകയാണ്. ഇതുപോലെ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അയാൾ കറക്റ്റ് പറഞ്ഞു, പിന്നെ ഖാതിലുഅമ്മാരിൻ വസാരിബുഹു പിന്നാരി എന്ന് പറഞ്ഞതും നമ്മോട് സംസാരിക്കുന്നത് സത്യത്തിൽ എന്ന് പറയുന്ന ഒരു ഫീലാണല്ലോ. ഖത്തലയെ കുത്തുലു എന്ന് പറയുന്നിടത്ത് ഖത്ലി എന്ന് പറയുന്ന ആ ഹദസ്, ആ പ്രക്രിയ, ഈ പ്രക്രിയ നടന്ന കറക്റ്റ് പോയിന്റിലേക്ക് തങ്ങൾ ഫായിൽ ചേർക്കുന്നത്. നോക്കൂ നിങ്ങൾ, കറക്റ്റ് പോയിന്റ് ആണോ മുആവിയ റളിയല്ലാഹു അൻഹു? മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ആയിരക്കണക്കായ സഹാബിമാരും അല്ലാത്തവരുമായ പടയാളികൾ കറക്റ്റ് ഖത്തലയെ കുത്തുലുവിന്റെ ഫായിലാക്കാൻ പറ്റുമോ? ഷാരിന്റെ വായിൽ നിന്നൊരു സംഗതി വീണാൽ അതിനെ ഹഖീഖത്തുകൾ ചുമത്താവുന്ന കാലത്തോളം അങ്ങനെ തന്നെയാണ്. ഖത്തലെ ഒരു മനുഷ്യർ 94 വയസ്സായ ആള് ആകെ 8 രൂപയുണ്ടാവും. അയാളെ പപ്പാക്ക് കൊല്ലാൻ കഴിയും. തിരിച്ചു നോക്കൂ, അയാളെ കൊല്ലാൻ ആയിരങ്ങൾക്ക് കഴിയില്ല, അയാളൊന്ന് തോന്നാനേ കഴിയുള്ളൂ. അപ്പൊ പിന്നെ മുമ്പിൽ മോശമാവും. അത്ര ഈ 94 വയസ്സ്. അപ്പൊ ഇവിടെ ഖത്തലയെ കുത്തുലുവിന്റെ കറക്റ്റ് പോയിന്റ് ആകാൻ കഴിയുന്നത് മാക്സിമം 1, 2, 3 ആളുകളാണ്. 2, 3 ആളുകളുണ്ടെങ്കിൽ അവർക്കും ഫിയത്ത് എന്ന് പറയും. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഫിയത്താണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനെങ്ങും കണ്ടിട്ടല്ല. നിങ്ങൾ തല്ലൂലാന്ന് വിചാരിച്ച് ഞാൻ പറയാം. എന്താ പറയുന്നതെന്നറിയോ? ഞാൻ പറയുന്നു, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയാളികളെ കൂട്ടത്തിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആര്? സബഈകള്. സാക്ഷാൽ നേരത്തെ പറഞ്ഞ ആ കരച്ചിലിന്റെ കക്ഷികള്. കൂഫയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമെന്നും അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വസിയാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഈന്റെ ടീമില്ലേ, അവർ ഉസ്മാൻ എന്നവരെ കൊന്നതിന് ശേഷം ആരുടെ കൂടെ ഒളിച്ചു പാർക്കുന്നുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ടീമിൽ അലി റളിയല്ലാഹു അൻഹു ചേർത്തവരായിട്ടല്ല, അല്ലാത്ത നിലയ്ക്ക് അവിടെ കഴിഞ്ഞു കൂട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരും നമുക്കറിയാം കറക്റ്റ് ആരാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ളവരാണ്, അവർ കൊള്ളരുതാത്തവരാണ്, അവർ സബഈകളാണ്. ഈ സബഈകൾ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ 1, 2 വ്യക്തികൾ അവർ ഇരുട്ടിന്റെ മറവിൽ അന്ന് നടന്നിട്ടുള്ള ഈ അമ്മാർ എന്നവരുടെ മരണത്തിന് ഇടവരുത്തുന്ന അമ്പെയ്യൽ
കത്തി പ്രയോഗം കറക്റ്റ് നടന്നിട്ടുണ്ടാവുക ആ 2-3 ആളുകളെ കയ്യാലായിരിക്കും. ഈ കറക്റ്റ് വ്യക്തികളെ ചൂണ്ടിക്കാണിക്കലാണ് റഹീമിന്റെ കണ്ണുകൊണ്ട് തങ്ങളുടെ ചുമതല. സത്യത്തിലുക്കൽ ഭാവിയ അങ്ങനെയാണ് എങ്കിലോ ആ സബീൽ പിന്നെ എവിടേക്കല്ല, നരകത്തിലേക്കല്ലാതെ പിന്നെ എവിടെത്താ പോകുന്നത്? ഇങ്ങനെ അങ്ങോട്ട് തെളിവ് കഴിഞ്ഞാൽ ഹദീസിന്റെ ബാക്കി പത്രത്തിലും യാതൊരു പ്രയാസമില്ല. അല്ലാതെ തെളിവ് ചെയ്താലുള്ള ചുരുക്കം എന്താന്ന് വെച്ചാൽ മഹജൂറാണെന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ പിന്നാരിക്ക് അർത്ഥം വെക്കാൻ കഴിയാതെ പോകുന്നതാണ്. എന്നാലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കുടൽമാല ഇട്ടതിനെ സംബന്ധിച്ച് എന്താ സുന്നത്തിയമായിട്ട് പറയുന്നത്? കിട്ടില്ല എന്നാണ്. ഏറ്റവും അസ്തയായ മനുഷ്യനും കൊണ്ടുവരിപ്പിച്ച ആളുകളും അവർക്ക് തോന്നുന്നു അവർ കുടൽമാല ഇട്ടത് തങ്ങളുടെ പുറത്ത് വീണിട്ടുണ്ട് എന്ന്. ഹഖീഖത്തിൽ വീണിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് സുജൂദിൽ ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബുഖാരിയുള്ളത് അലമ്മൻ സറഫ. അപ്പൊ അതിനർത്ഥം എന്താ? ഉച്ചാരണങ്ങൾ പൂർത്തിയാക്കിയില്ല. നേഴ്സിന്റെ ഹാമിലായ അവൻ നിസ്കാരം പൂർത്തിയാക്കാനുണ്ടാവും. ഇൻസുറാഫിന് സമയം ഉണ്ടാവുക. ഇൻസുറാഫിന് ശേഷം ദുആ നടത്തിയുള്ളത്. അപ്പൊ തങ്ങളുടെ നിസ്കാരം ബാത്തിലായിട്ടില്ല, തങ്ങളുടെ ശരീരത്തിനത് തൊട്ടിട്ടില്ല. തങ്ങളുടെ ദേഹത്തിൽ ഒരിക്കൽ പോലും ഒരു ഈച്ച ഇരുന്നിട്ടില്ലെങ്കിൽ പിന്നെ പിണ്ടമിരിക്കോ? സുഹൃത്തുക്കളെ ആലോചിച്ച പോലെ ഇതിനാണ് ഉറക്കെ പറയുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂലിൽ ഒരു പ്രാവശ്യം പോലും ഈച്ച വന്നിട്ടില്ല. അതേ നിമിഷത്തിൽ തന്നെ അതൊക്കെ മറന്നിട്ട് അഹോ കഷ്ടം തങ്ങളെ ഇതൊക്കെ ചെയ്തു പറയാൻ പാടില്ല. പിന്നെ എന്താ ഉണ്ടായത്? ഈ പിണ്ടത്തെക്കാളും എത്ര തന്നെ വെയിറ്റുള്ള സാധനമാണ് കൂറ് പർവ്വതം. ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ടോ കൂറ് പർവ്വതം ആകാശത്തിനെ പിടിച്ചിരിക്കാൻ വല്ല പ്രയാസവും? എങ്കിൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ശരീരത്തിൽ അതും തന്നെ കഅബയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്പർശനം കൂടാതെ താങ്ങി നിർത്താൻ പടച്ച റബ്ബിന് കഴിയും. ആ താങ്ങി നിർത്തിയത് കൊണ്ട് തന്നെയാണ് നിസ്കാരം ബാത്തിലാവാതിരുന്നതും നിസ്കാരം പൂർത്തിയായതിനു ശേഷം ദുആക്ക് പോകുന്നതും ഫലല്ലാഹു സബാനുള്ള ഇൻഷാഅല്ലാഹുവിന്റെ ചാൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെ നബി തങ്ങളുടെ ശരീരത്തിൽ തട്ടാതെ ഉയർത്തി നിൽക്കുമ്പോൾ കാണിയുടെ കണ്ണിലെന്താ കാണുക? തട്ടി മുട്ടി എന്ന് തന്നെയാണ്. അത് അല്ലാഹുവിന് കഴിയുന്ന കാര്യമാണ്. കാരണം ഹുനൈൻ യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കണ്ണിൽ അവരെ കൊച്ചാക്കി കാണിച്ചു. ആയത്തുള്ളതല്ലേ? അവരുടെ കണ്ണിൽ നിങ്ങളെയും ഞാൻ കൊച്ചാക്കി കാണിച്ചു. ആയത്തുള്ളതാണ്. അപ്പൊ എന്താണ്? മുസ്ലിം സംഘം 1000 ഉണ്ടെങ്കിൽ 2000 ഉണ്ട് എന്ന് തോന്നിക്കൽ അല്ലാഹു നടത്തി. ഉള്ളതല്ല അത് തോന്നിപ്പിച്ചു അല്ലാഹു തആല. എന്ന പോലെ അവര് 10,000 ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ എത്ര തോന്നിയുള്ളൂ? 1000 ഉള്ളൂ. ഇതും ഖുർആൻ പറഞ്ഞതാണ്. എങ്കിൽ ആ അല്ലാഹുവിന് കഴിയും എന്തിന്? മഹാനാനബി തങ്ങളുടെ ദേഹത്തെ മുട്ടി തട്ടി എന്ന് കുഫാറുകൾക്ക് തോന്നിപ്പിക്കാൻ. അവര് നിത്യയായ ചിരിവിരിക്കുകയായിരുന്നു. കളിയറിയാതെ ആക്കം തുള്ളുക എന്ന് പറയുന്ന അതിന് തുള്ളല് മാത്രമായിരുന്നു. അതാറിന് തന്നെ തുള്ളിയിരുന്നത്. മാന്യ സുഹൃത്തുക്കളെ, ഇതേ ക്രമത്തിൽ ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാകും എന്റെ അമ്പിനാലാണ് വെട്ടിനാലാണ് അമ്മാർ എന്നവർ മരിച്ചത് എന്ന്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ കത്തിലിന് മുബാശറത്തൻ സബബായിട്ടുണ്ടാവുക ആ സബയിയായ കൂട്ടർ ഈ സംഘത്തിലുണ്ട്. അതോർപ്പാണ് ഇവരെ പിശാചെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് നടക്കുകയായിരുന്നു. അവരെന്താ ചെയ്യുന്നത്? ഉസ്മാൻ എന്നവരുടെ ഭാഗത്ത് നിൽക്കുകയല്ല, മാരിയത്ത് എന്നവരുടെ ഭാഗത്ത് നിൽക്കുകയല്ല, പരമാവധി അലിയുടെ പട്ടാളത്തിൽ ഒളിച്ചു കഴിയാൻ. മഹാൻ ചേർത്തിട്ടൊന്നുമല്ല, അവർ ഒളിച്ചു കഴിയാൻ. അത്തരക്കാരായ ആളുകള് ഒപ്പിച്ച വേലയായിരിക്കും ഈ കൊലപാതകം. എങ്കിലോ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം? നരകത്തിലേക്ക് പോവുകയും ചെയ്യാം. പിന്നാർ നരകത്തിൽ തന്നെയാണ്. ഇങ്ങനെ വെക്കുന്ന സന്ദർഭത്തിൽ മാന്യ സുഹൃത്തുക്കളെ, ഈ സുശീൽ എന്ന് പറയുന്ന യുദ്ധം അത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം നടന്നു എന്നതിന്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തെറ്റുകാരനും കുറ്റക്കാരനുമാക്കി വിധിയെഴുതാനുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഒരു കാരണവശാലും അമ്മാർ എന്നവരുടെ മരണം അത് വ്യാഖ്യാനിക്കപ്പെട്ട് കൂടാത്തതാകുന്നു. അഥവാ അങ്ങനെ അതാണ് ഷിയാക്കൾ ചെയ്തത്. ഞാൻ അവിടേക്കാണ് വരുന്നത്. യമന്റെ തരംഗത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ.
യമന്റെ തരംഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യമന്റെ തരംഗമാണ്. സമയമില്ല. ഇതിനകത്ത് സുഹൃത്തുക്കളെ യമന്റെ തരംഗങ്ങളായിട്ട് പുതിയ ഖുർആനുണ്ട്, ഖുർആനിന്റെ ആയത്തുകളുണ്ട്. മാത്രമല്ല മഹാനായ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഇല്ലാത്ത നിരവധി കാര്യങ്ങൾ അവിടുത്തെ പഠിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞത് പറയാനുണ്ട്. നമ്മുടെ മദ്രസകളും നമ്മുടെ കോളേജുകളും നമ്മുടെ പള്ളികളും മാത്രമല്ല 3000 മുസ്ഹഫിന്റെ കോപ്പി ഒന്നിച്ച് യമനിലെ ഹൂത്തികൾ കത്തിച്ചതിന്റെ ഫോട്ടോയിലുണ്ട്. അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ഫോട്ടോയിലുണ്ട്. പക്ഷെ അവർ എത്തിയിട്ടില്ല. മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞതിലൂടെ കൊണ്ടുവരിക. മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഇട്ടുകൊണ്ട് ചുട്ടരിക്കാനും താളമൂട്ട് നടത്താനുമുള്ള ഒരു ശ്രമം അത് നടക്കുന്നതിന് നിമിത്തമാക്കുന്നത് എന്താണ്? തഖത്തുലുക്കൽ ഫിഅത്തുൽ ബാരിയ എന്ന ഹദീസാണ്. ബുഖാരി അവർ അംഗീകരിക്കില്ല, മുസ്ലിം അവർ അംഗീകരിക്കില്ല, ഒന്നും അംഗീകരിക്കില്ല. പക്ഷേ നിങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിമില് തഖത്തുലുക്കൽ ഫിഅത്തുൽ ബാരിയ എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞതുകൊണ്ട് ബോധ്യപ്പെട്ടില്ലേ എന്ത്? മുആവിയ ഒന്നിനും കൊണ്ടിരുന്നാത്തയാളാണ് എന്ന്. ആകയാൽ ഉമവിയ വംശം ഒന്നടങ്കം കൊള്ളാത്തവരാണ്. ഉമവിയ വംശം അഹ്ലുൽ ബൈത്തിനെ ലോകത്തിൽ നിന്ന് കുഴിച്ചുകൂടാൻ ശ്രമിച്ചവരാണ്. ആയതുകൊണ്ട് അഹ്ലുൽ ബൈത്തിനെ പുനർജനിക്കാനുള്ള അവസരം കൊടുത്തു. മുആവിയക്കും മുആവിയെ അനുകൂലിക്കുന്ന ആളുകൾക്കും പാതാളത്തിലേക്ക് പോകാൻ അവസരം കൊടുത്തു. ഈ ഒരു ശബ്ദമാണ് ഇന്ന് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അന്നത്തെ ആ സദയ്യാക്കളിലെയോ അവർ 2 ഗ്രൂപ്പായി പിരിഞ്ഞു. ഏത് കഴിഞ്ഞതോടുകൂടെ? സിഫീൻ കഴിഞ്ഞതോടുകൂടെ. ഒരു കൂട്ടർ സ്ഥിരം കരച്ചിലുകാർ തന്നെ, സ്ഥിരം കരച്ചിലുകാർ. അവർക്ക് കരച്ചിൽ. എന്താ കരച്ചിൽ? ഓർമ്മ വേണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടത് കിട്ടിയില്ല. അപ്പൊ എന്താ കരച്ചിൽ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ സിംഹഭാഗവും വയ്യത്തില്ലേ? എന്നിട്ടും കരച്ചിൽ നടക്കുന്നില്ല. അത് പിന്നത്തെ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് കിട്ടിയില്ല. എന്ന് കിട്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ മരിച്ച ഉടനെ കിട്ടിയില്ല. മരിച്ച ഉടനെ കിട്ടാതെ ഇന്നിപ്പോ ഇവിടെ മാക്സിമം എത്ര കൊല്ലം പിന്നിട്ടു? തങ്ങൾ വഫാത്തായതിനു ശേഷം 2 കൊല്ലക്കാലം മഹാനായ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഏകദേശം 10 വർഷക്കാലം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഏകദേശം അതിനടുത്ത സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അത്രേ ഏകദേശം ഒരു 23 കൊല്ലത്തോളം ഈ വസിയ്യത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ള കരച്ചിലാണ് കഥ. കരയിപ്പിക്കുന്ന ആളുകൾ കൊണ്ട് അങ്ങനെ കരയിപ്പിക്കുന്നു. വിസ്വായ നടപ്പാക്കിയില്ല. അങ്ങനെ കരച്ചിലുകാരുടെ ഭാഗത്തും മറ്റേ തീവ്രവാദികളുണ്ടല്ലോ. തീവ്രവാദികൾ എന്തായി? സിഫീൻ യുദ്ധം നടന്നതോടുകൂടി ഖവാരിജി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെ അവര് ഖവാരിജികളാര്? സമയമില്ല. സിഫീൻ യുദ്ധം അവസാനിക്കാനുള്ള കാരണം മുആവിയ റളിയല്ലാഹു തന്നെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പരസ്പരം തല്ലിക്കൊല്ലുന്നത് ശരിയല്ല, നമുക്ക് എന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐക്യപ്പെടാം എന്ന് പറഞ്ഞ് ആ മുആവിയ റളിയല്ലാഹുവിന്റെ പട്ടാളത്തലവന്റെ കയ്യിൽ ഖുർആൻ കൊടുത്തിട്ട് പട്ടാളക്കാരുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടി. ഇതിൽ പറയുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോവാം, ശരി 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കൊടി താഴെ വെച്ചു, ആയുധം താഴെ വെച്ചു. ഇങ്ങനെയാ പിരിഞ്ഞത്. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? ഹൂത്തികൾ എന്ന് പറയുന്ന കൂട്ടരും ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും ഒളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ല. ഖുർആനിൽ തഹരീഫ് വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവ്യത്യാസം വന്നിട്ടുണ്ട്. ഖുർആൻ ശരിയല്ല. ശരിയായ ഖുർആൻ എന്ന് പറയുന്നത് മുസ്ഹഫ് ഫാത്തിമ. കേട്ടോളൂ, മുസ്ഹഫ് ഫാത്തിമ. അങ്ങനെ ഒരു മുസ്ഹഫുണ്ട്. അതാണ് യഥാർത്ഥ ഖുർആന്. അതിന് മൊത്തം ഉള്ളത് 17,000-ഓളം ആയത്തുകളാണ്. 6,666 ആയത്തുകളല്ലേ പറയുന്നത്? അല്ല, 17,000-ഓളം ആയത്തുകളുള്ള യഥാർത്ഥ മുസ്ഹഫ് ഫാത്തിമ അതെവിടെ പോയി എന്ന് വെച്ചാൽ അവര് പറയും, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം താഴോട്ട് ആ പരമ്പരയിൽ 12ാമത്തെ ആളായിക്കൊണ്ട് ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ 55ാമത്തെ വയസ്സിൽ അബ്ബാസിയ ഭരണകൂടത്തിന്റെ ആക്ഷൻ ഭയന്നിട്ട് സാമറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ഈ ഇറാഖ് പ്രദേശത്ത് ഒരു സ്ഥലത്ത് കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് മുങ്ങുകയുണ്ടായി.
AD 260-65, 60-ഇടയിലുള്ള ഒരു കൊല്ലത്തിലാണ് ഈ മുങ്ങൽ നടത്തിയത്. അത് 12ാമത്തെ ഇമാമ്. അദ്ദേഹം പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇസ്ന അശരിയ എന്ന് പറയുന്നത് ആ സിൽസിലയിലെ 12ാമത്തെ ആളെ വരെ അംഗീകരിക്കുന്നു എന്നതിനില്ല. അദ്ദേഹം കൊണ്ടുപോയ ആ മുസ്ഹഫുമായിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം വരും അദ്ദേഹം പുറത്തു വരും. ആദ്യത്തെ റജ്അത്ത് ഈ മുഹമ്മദിനാണ്. അദ്ദേഹം ഇവിടെ തിരിച്ചു വരുന്നത് ഈ മുസ്ഹഫുമായിട്ടാണ്, 17,000 ആയത്തുള്ള മുസ്ഹഫുമായിട്ടാണ്. ആ മുസ്ഹഫുമായി വന്നിട്ട് അന്തരീക്ഷം ക്ലിയറാക്കിയാൽ അദ്ദേഹത്തിന്റെ ഫാദറിനെ കൊണ്ടുവരും, മെച്ചുവ വാപ്പാനെ കൊണ്ടുവരും, പിന്നെ അതിന്റെ വല്യപ്പാനെ കൊണ്ടുവരും, അവസാനം നരിയുടെ വിവാഹങ്ങളെയും കൊണ്ടുവരും, പിന്നെ നബിതങ്ങളെയും കൊണ്ടുവരും. അപ്പൊ എത്ര ആളിവിടെ മടങ്ങി വരാനുണ്ട്? ആ ഇമ്മത്ത് എന്ന പേരിൽ ഇമാമിയത്ത്, ഇമാമിങ്ങൾ എന്ന പേരിൽ 12 ആളും, നബി എന്ന പേരിൽ മുഹമ്മദ് മുസ്തഫ, മൊത്തം 13 ആള് തിരിച്ചു വരാനുണ്ട്. അതിന് ആ അവസരത്തിൽ അവർക്ക് ഭരിക്കാനുള്ള ഒരു ഗ്രന്ഥമായിട്ട് ഈ അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോഴും മുസ്ഹഫ് ഫാത്തിമ നിലകൊള്ളുന്നുണ്ട് എന്നാണ് സാക്ഷാൽ ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് 3 കോടി ഉണ്ടായിരുന്ന യമനിലെ ജനങ്ങളിൽ നിന്ന് 40% അടർത്തിയെടുത്ത് ബുദ്ധി മരവിപ്പിച്ച് ആ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സാക്ഷാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പ്രചാരം നടത്തിയിരുന്ന അൽ ഈമാൻ യമാനിൽ എന്ന പേരിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സാക്ഷാൽ നല്ല ഒരുപാട് മനുഷ്യന്മാരും ചേർന്നു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ 40% ഒഴുകിപ്പോകുന്നത് വലിയ സങ്കടമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ശരിക്കും നോമ്പും നിസ്കാരവുമായി നടന്നിരുന്ന ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ സയ്യിദമാരുടെ കൂട്ടത്തിൽ നിന്ന് വഴിപിഴച്ചു പോകുന്ന ആളുകളുടെ പുറകെ പോകുന്നില്ലേ? കള്ളത്തോട്ടുകൾ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അങ്ങോട്ട് പോകുന്ന ജനങ്ങൾ നല്ല മനുഷ്യന്മാർ ഇതേ ഒരു ഗതികേട് അഥവാ കള്ളനോട്ടുകൾക്ക് സംഭവിച്ച ഗതികേട് അതാണ് ലക്ഷ്യം. യമന്റെ നൊമ്പരങ്ങൾ അതാണ് നല്ല മനുഷ്യന്മാര് ഒന്നടങ്കം. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1979 ഇറാൻ വിപ്ലവം നടക്കുന്നത്. ഇറാൻ വിപ്ലവം നടന്നതോടുകൂടി ഖുമൈനി അവിടെ വന്നതോടുകൂടി ആ രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിൽ ഏകദേശം 60-70% ഇന്ന് അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ന അശരിയയുടെ പ്രചണ്ഡമായ പ്രചരണത്തിനാണ്. കേവലം 30% മാത്രമേ രാജ്യത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യുദ്ധായുധങ്ങൾക്ക് വേണ്ടിയും ചെലവാക്കുന്നുള്ളൂ. ബാക്കി 70% വരുന്ന ആ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് 1979 മുതൽക്ക് ഇറാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇസ്നാശരിയ എന്ന് പറയുന്ന ഷിയായിസത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇറാൻ പണം കൊടുത്തതിന്റെ പേരിലാണ് നൂറ് മാലിക്ക് ഇറാഖിൽ അധികാരത്തിലേറലും പിടിച്ചു നിൽക്കലും ഉണ്ടായത്. ഇറാനിന്റെ എണ്ണയുടെ പണം കൊണ്ടാണ് സാക്ഷാൽ ബഷാർ അസദ് ഈ ഡമസ്കസിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. സാക്ഷാൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനം ലബനാനിൽ പിടിച്ചു നിൽക്കുന്നതും ഇറാനിന്റെ എണ്ണക്യാശ് കൊണ്ടാണ്. 40% വരുന്ന ജനങ്ങളെ കൂത്തികളാക്കിയിട്ട് യമനില് 1999-2000 മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്ത് ഈ യമനിലെ ജനങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ ഇറാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ബദറുദ്ദീൻ എന്ന പേരിലുള്ള ഒരു സാധാരണക്കാരൻ 3 വർഷക്കാലം ഇറാനിൽ പോയി താമസമാക്കി. പോകുന്ന സന്ദർഭത്തിൽ അയാൾ ഉള്ളത് ഷിയാ വിഭാഗത്തിലെ ദൈദിയ ഗ്രൂപ്പിലാണ്. ഇറാനിൽ ചെന്നപ്പോൾ ദൈദിയ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് ഇസ്ന അശരിയയിൽ ചേർന്നു. അതോടുകൂടെ തന്നെ ഇറാൻ ഗവൺമെന്റ് പട്ടാളപരമായിട്ടും ആയുധപരമായിട്ടും സഹായിക്കാമെന്ന് വാക്കുകൊടുത്ത് ബദറുദ്ദീനെ പറഞ്ഞയച്ചു യമനിലേക്ക്. ആ ബദറുദ്ദീനിന്റെ മകൻ ഹുസൈൻ ഹൂത്തി എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇദ്ദേഹം ഏറ്റവും മൂത്ത RSS മനസ്കനാണ്. ആ മനുഷ്യൻ 2004 കൊല്ലപ്പെട്ടു പോവുകയുണ്ടായി. ആ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ഹൂത്തി അവിടെ വളർത്തിയത്. അദ്ദേഹത്തിന്റെ ഷർറ് സഹിക്കവയ്യാതെ
യമനിലെ യഥാർത്ഥ ഭരണകൂടത്തിന്റെ പട്ടാളം ഹുസൈൻ ഖൂറ്റിയെ കൊന്നതോടുകൂടെ ജനങ്ങൾ ഇറങ്ങിമറിഞ്ഞ് ഹുസൈൻ ഖൂറ്റിയുടെ സഹതാപ രംഗം മുന്നേറി. ഇപ്പോൾ 40% ആളുകൾ ഇറാനിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അങ്ങനെ ഹൂത്തികളായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും നമുക്ക് സമാധാനമുണ്ട്. ലളിതങ്ങളല്ലേ പറഞ്ഞതല്ല ഇമാമ് യമാനിന്റെ ഹിക്കത്ത് യമാനിയ, ആ വാക്കിന്റെ ഗുരുത്വവും പൊരുത്തവും ഉണ്ടായിട്ട് ഇപ്പോൾ 60% സുന്നികളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരെ എങ്കിലും പിഴക്കാതെ നല്ല നിലയ്ക്ക് നിൽക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. പോയ ആളുകൾ തന്നെ ഇപ്പോൾ നടക്കുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ എതിർപ്പ് മൂലം തിരിച്ചു വന്ന് നേർവഴി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. എന്നിരുന്നാലും ലോകത്തിൽ നിന്ന് ഈ സബയ്യാക്കളുടെ ശല്യം അവസാനിക്കാൻ പോകുന്നില്ല. നമുക്കൊരു ചോദ്യം അവരോട് ചോദിക്കാനുള്ളത് എന്താണ്? സിഫീൻ യുദ്ധം നടന്നുവെന്നതും സത്യമാണല്ലോ, ആ യുദ്ധം അവസാനിച്ചു എന്നതും സത്യമാണല്ലോ. അതാര് സമ്മതിക്കുകയും ചെയ്യല്ലോ? സബയ്യാക്കൾ സമ്മതിക്കുകയും ചെയ്യല്ലോ. എന്നാൽ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കാട്ടിയ ഖുർആൻ ഏത് ഖുർആനായിരുന്നു? അതൊന്ന് പറയണം. ഒരു ഖുർആൻ പൊട്ടിക്കാട്ടിയിട്ട് നമുക്ക് ഇതിന്റെ ധാരയിൽ നിന്നുകൊണ്ട് സന്ധിയാകാമെന്ന് പറയുമ്പോൾ അത് ഫാത്തിമയുടെ ഖുർആനായിരുന്നോ? മുസവ്വത്തിമ എന്ന് പറയുന്ന അതായിരുന്നോ? അതല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതാ ഏകീകരിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ഏകീകരിച്ചുള്ള ഖുർആനായിരുന്നു. യാതൊരു സംശയവുമില്ലല്ലോ. മുആവിയ ഫാത്തിമന്റെ മുസബൂട്ടില്ല നോക്കല്ലേ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഏതൊരു മുസഫിനെ അംഗീകരിച്ചു ആ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ മുസഫ് അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ മുസഫ്, ആ ഒരു മുസഫിനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചുവെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു മുസഫ് എവിടെ ഉണ്ടാവാനാണ്? സത്യത്തിൽ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. തോറ്റുകൊണ്ടിരിക്കുകയാണ് മുആവിയ എന്നവർ. തോറ്റുകൊണ്ടിരിക്കുന്ന മുആവിയ എന്നവർ ഒരു ഖുർആൻ പൊക്കി കാണിക്കുമ്പോൾ സത്യത്തിൽ ഒരു മുസഫ് അനദർ മുസഫ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? ഇത് കാണിക്കുമ്പോൾ ഇത് ബാക്ക് കോപ്പിയാണ്, ബാക്ക് കോപ്പിയാണ്. ഗോയലെ പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുമായിരുന്നില്ലേ? ശരിയായ ഖുർആൻ എന്റെ പോക്കറ്റിലുണ്ട് എന്നല്ലേ വിജയിക്കുന്ന ആൾ പറയുക. മഹാനവറുകൾ മുസഫിന്റെ കോപ്പി കണ്ടതോടുകൂടെ എല്ലാം മടിയറ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലിമത്തിന്റെ മുമ്പിൽ ഞാനിതാ രാജിയാകുന്നു എന്ന് പറഞ്ഞാണ് യുദ്ധം അവസാനിക്കുന്നത്. ഇത് നിഷേധിക്കാൻ ആർക്ക് കഴിയില്ല, ഉറച്ച ശിയാക്കൾക്കും സാധ്യമല്ല. അപ്പൊ യഥാർത്ഥ ഖുർആൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകം കൊണ്ടു നടക്കുന്ന ഖുർആനാണ്. വേറെ ഒന്നേ അണ്ടർഗ്രൗണ്ടിൽ ബാക്കിയില്ല. ഇനിയും ഒരു കാര്യം പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്ന സമയം ഓവറായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി. എന്താണ്? ശൈഖിനെ കുറ്റം പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കുറ്റം പറഞ്ഞില്ല എന്ന കാരണത്താലാണ് റാഫിദത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനിക്കാൻ തന്നെ കാരണം. മനസ്സിലാക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാൻ പറ്റും. നബിതങ്ങളുടെ പേര് ഹുസൈൻ റളിയല്ലാഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം മകൻ സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ. അലി സൈനുൽ ആബിദീൻ എന്നവരുടെ മകനാണ്. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു മകനാണ് സെയ്ദ്. ഈ സെയ്ദ് എന്ന് പറയുന്ന മഹാനർക്ക് കാര്യപ്പെട്ട വലിയ മഹാനവറുകൾക്ക് തന്റെ വല്ലിപ്പയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഗർഭലയിൽ സംഭവിച്ചതിന് സമാനമായ ഒരു ദുരന്തം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ സഹതാപതരംഗം നന്നായി ഉയർന്നിട്ടുണ്ട്. വേണ്ടാത്ത സഹതാപതരംഗം. ആ വേണ്ടാത്ത സഹതാപതരംഗം ഉയർത്തിയ കൂട്ടരുടെ പേരാണ് ജയിലിയത്ത്. അവിടെ ശിയാക്കൾ തന്നെ എന്താ ചെയ്യുക? ഒരു ടെണ്ടുൽക്കർ എവിടെയെങ്കിലും ജയിക്കുമ്പോഴേക്കും ഇവിടെ കുറെ കുട്ടികൾ മുടിയൊക്കെ വരണ്ടിയിട്ട് ഫാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ അതിൽ തന്നെ ടെണ്ടുൽക്കറിനെ പറ്റി വല്ലോ അതെ. ജർമ്മനിയിലോ ജർമ്മനിയിലോ ഏതൊരു കളിക്കാരൻ അവൻ ജയിച്ച വകയിൽ ഇവിടുന്ന് കുറെ മറ്റൊരു മുടി അങ്ങോട്ട് ചെത്തി കുറെ ഇങ്ങോട്ട് ചെത്തിയിട്ട് ആ ട്രൗസറൊക്കെ അങ്ങനെ നടക്കും. അയാൾ വല്ലതും അറിയോ? ഒരു പേര് ഫാൻ അസോസിയേഷൻ. അതുപോലെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ടാക്കിയ ഫാൻ അസോസിയേഷനാണ് ജയിലിയത്ത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മേലുണ്ടാക്കിയ വേണ്ടാത്തൊരു ഫാൻ അസോസിയേഷനാണ് ഷിയത്ത്. ഷിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം അഴിവാനുള്ള സഹായികൾ, ഹെൽപ്പേഴ്സ്. അരിയാക്കാരുടെ സഹായം ആവശ്യമില്ല. ഒരാളെ സഹായം മഹാനവരുടെ ആവശ്യമില്ല. പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ്. എന്നാൽ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കാര്യപ്പെട്ട മനുഷ്യൻ, ആ കാര്യപ്പെട്ട മനുഷ്യനോട് അദ്ദേഹത്തിന് വേണ്ടി ജീവിതകാലത്ത് തന്നെ കുറെ ആളുകൾ ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട്
മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ 2 കലിമത്ത് പറയണം. അങ്ങനെയല്ല നിർബന്ധിക്കല്. എന്താ മൈക്കൊക്കെ വെച്ച് വിട്ടിട്ട് എന്താ? ഒന്നുമില്ല. ആ സിദ്ദീഖ് എന്നവരെയും അബൂബക്കറിനെയും ഉമറിനെ 2 തെറി വിളിക്കണം. അതങ്ങട്ട് കേട്ടതോടുകൂടി റളിയല്ലാഹുവിന്റെ വികാരം വിജൃംഭിതനായി. അദ്ദേഹം ഗെറ്റ് ഔട്ട് പറഞ്ഞു അവരോട്. ആ ഗെറ്റ് ഔട്ട് പറഞ്ഞ സന്ദർഭത്തിൽ അവര് ഇറങ്ങിപ്പോവുകയുണ്ടായി. ആ ഇറങ്ങിയ അവസരത്തിൽ സെയ്ദ് എന്നവർ ഉപയോഗിച്ച വാചകമാണ് റഫഊന. ഞാൻ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ എന്നവരെയും തെറി പറയാത്ത കാരണത്താൽ അവരെന്നെ വലിച്ചെറിഞ്ഞു. റഫഊന. ആ മഹാനായ സെയ്ദ് എന്നവരുടെ നാവിൽ നിന്ന് വിഷമത്തോടുകൂടെ പുറത്തു ചാടിയ പദമാണ് റാഫിലത്ത്. ഇന്നിപ്പോൾ ഇസ്നാഅശരിയ്യ ആയിരുന്നാലും അല്ല, ഇസ്നാഅശരിയ്ക്ക് ബദലായിട്ട് വേറൊരു വിഭാഗം പോയി ഇസ്മായിലിയ എന്നല്ല ശരിക്കും പറയുന്നത്. നമ്മുടെ വടക്കേ ബോംബെയിലൊക്കെ ഉള്ളത് ഇസ്മായിലിയാണ്. ശരിക്കും ഉപയോഗിക്കേണ്ട പേര് ഇസ്മായിലിയ എന്നല്ല, മറിച്ച് സബിയ്യ എന്നാണ്. ഇസ്നാഅശരിയ്യയുടെ ഓപ്പോസിറ്റാണ് സബിയ്യ. എന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് പോയ ഡയറക്റ്റ് ലാസ്റ്റ് ഇമാം 12 വരെ പോകുന്നുണ്ട് എന്ന് ആര് പറയും? ഇസ്നാഅശരിയ്യ എന്നോ ഇമാമിയ്യ എന്ന് വിളിക്കുന്നവർ പറയും. ഈ സബിയ്യ എന്ന് പറഞ്ഞ ഇസ്മായിലികൾ എന്താ പറയാറിയോ? ഇല്ല, അങ്ങനെ 12 വരെ പോയിട്ടില്ല. കേവലം 7 വരെ പോയിട്ടേ ഉള്ളൂ. ആ 7ാമത്തെ ആൾ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഇസ്മായിലിങ്ങൾ വെച്ചിട്ട് ഇമാമുമാരെ സ്റ്റോപ്പ് ചെയ്യുന്ന കക്ഷിയുടെ പേരാണ് ഇസ്മായിലിയ, സബിയ്യ. ഇവരൊക്കെയും തന്നെ ഒരു കാര്യത്തിൽ ഐക്യപ്പെടുത്തുന്നു. എന്ത്? സിദ്ദീഖ് എന്നവരെ കുറ്റം പറയണമെന്ന്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണ്? എല്ലാ ഷിയാക്കളും അംഗീകരിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്ത്? അല്ലാഹുവിന്റെ റസൂലിന് അവസാന 7 ദിവസം സൂക്കേടുണ്ടായിരുന്നു. അതൊരു അവിതർക്കിതമായ വിഷയമാണ്. 7 ദിവസം സൂക്കേടായിരുന്നു. 7 ദിവസം സൂക്കേട് വന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല് ഇമാമത്ത് നീക്കാൻ വേണ്ടി ആരോടാണ് പറഞ്ഞത് എന്ന് നമ്മൾ ആരോട് ചോദിക്കണം? സബയ്യാക്കൾ ചോദിക്കണം, ഷിയാക്കൾ ചോദിക്കണം. അവര് പറയും, എന്ത്? പിൽക്കാലത്ത് ഞങ്ങളുടെ ഇമാമികളൊന്നും ഒച്ച വെക്കാതിരുന്നത് പേടിച്ചിട്ടാണ്. ഇവിടെ പേടിക്കാനില്ലല്ലോ. തങ്ങൾക്ക് ആരെ പേടിക്കാനാണ്? തങ്ങൾക്ക് ധൈര്യത്തിൽ പറയാമല്ലോ. തന്റെ വസയ്യ അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അലി ഇമാമത്ത് നിൽക്കൂ. എന്താ തങ്ങൾ പറഞ്ഞത്? അബൂബക്കർ ആയിഷാബിയിൽ ഉടക്കി വെച്ച് നോക്കി ഭർത്താവിനോട്, എന്റെ ഉപ്പ ആരാണ്? സിമ്പിളാണ്. ആ വ്യക്തിത്വത്തിന് ഇമാമത്ത് നിൽക്കുന്ന കരച്ചിൽ വരും. അതുകൊണ്ട് ഉപ്പാനോട് പറയല്ലേ 3 പ്രാവശ്യം പറഞ്ഞു നോക്കി. ഹഫ്സാബിയെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. തങ്ങൾ പറഞ്ഞതെന്താ? അന്തുന്ന സലാഹിബ യൂസുഫ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്നവരെ കൊണ്ട് നിശ്ചയിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ഒരു ആശ്വാസം വന്ന സന്ദർഭത്തിൽ വേച്ചു വഴിയിലെത്തി. ആ അവസരത്തിൽ സിദ്ദീഖ് എന്നവരെ മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ നബിതങ്ങൾ അവിടെ തന്നെ അൻ മക്കാനക്ക എന്നാണ് പറഞ്ഞത്. ഇമാമാവാൻ യോഗ്യതയില്ലാത്ത ഒരാളുണ്ട് പറയുമോ? പറയില്ല. അവിടെ തന്നെ നിൽക്കൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞല്ലോ എന്നതിന്റെ പേരിൽ അദ്ദേഹം ആ ഹർഷമുളകിതായി അൽഹംദുലില്ലാഹ് പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. അതും നിൽക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പിന്നെയും 3-4 ദിവസം കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം നബിതങ്ങൾ കർത്തനുയർത്തി വീട്ടിൽ നിന്ന് എന്നിട്ട് അങ്ങോട്ട് നോക്കുന്ന സന്ദർഭത്തിൽ കണ്ട കാഴ്ച എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയ ഇമാമിന്റെ കീഴിൽ ജനങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം 14ാം മുഖം പോലെയല്ല, സൂര്യൻ വെച്ച മുഖം പോലെയുമല്ല, അതിനേക്കാൾ തിളക്കമുള്ള മുഖമായിരുന്നു എന്ന് സഹാബിമാര് പറയുമ്പോൾ നബിതങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്ത്? ഞാനങ്ങ് മരിച്ചിരുന്നാൽ ഈ ഉമ്മത്തിനെ കൊണ്ടു നടത്താൻ സിദ്ദീഖിന് ശരിക്കും കഴിയും, അത് തെളിയിച്ചു എന്ന സംതൃപ്തിയാണ് ഈ മുഖത്തെ വെട്ടം. സുഹൃത്തുക്കൾ, ഇതിനെ ശരിക്കാൻ വിഷയാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് 7 ദിവസം സൂക്കേടായി നിന്നിട്ട് ഒരൊറ്റ വക്കത്തിനും നിങ്ങളുടെ ഈ വസീനെ ഇമാമത്ത് നിർത്തിയില്ല? ചോദിക്കാൻ പറ്റുന്നില്ലേ? പേടിച്ച് ആരെ പേടിക്കാനാ? ഒരു കുട്ടിയെ കേൾക്കണമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ബൈഅത്ത് ചെയ്ത് അധികാരത്തിലേക്ക് സന്ദർഭത്തിൽ ആദ്യം അതിന് ഉടക്കിട്ട വർത്തമാനം പറഞ്ഞാൽ സ്വന്തം വാപ്പയാണ്. യാ സുബ്ഹാൻ, അങ്ങനെ സ്വന്തം വാപ്പയാ ഉടക്കിട്ട വർത്താനം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ഖലീഫയായി ബനൂ സായിദിന്റെ ആ ബന്ധനിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വാർത്ത വയസ്സങ്ങേറ്റിയ വാപ്പാക്ക് വിവരം കിട്ടി, മോൻ ഖലീഫായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാന്നറിയാം. എന്താ? അബൂ ഖുഹാഫിന്റെ മകന്
സഹിക്കാൻ ബനൂ ഹാഷിം തയ്യാറായോ? അതിന്റെ അർത്ഥം എന്താ? മൂപ്പർക്കറിയാം. അദ്ദേഹം ഫാമിലി പരമായിട്ട് ബനൂ ഹാഷിമിന് മുമ്പിൽ നത്തിങ്, ഒന്നുമല്ല. അബൂബക്കർ സിദ്ദീഖിന് യാതൊരു പിൻബലവുമില്ല. വർഗപരമായി ഗുണപരമായി എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ബനൂ ഹാഷിം അവിടെ ആരുണ്ട്? അലിയാറുണ്ട്. മാത്രമല്ല അബ്ബാസ് എന്നവരുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ബനൂ കഹാബിന്റെ മകൻ അവരെ കുറിച്ചാക്കിയോ? സന്തോഷം കൊണ്ടാണ്, ഉടക്കിന്റെ വർത്താനമല്ല, സന്തോഷം കൊണ്ടാണ്. അപ്പോ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആ അബൂബക്കർ സിദ്ദീഖിനെ പേടിച്ചിട്ട് എന്തിനെ വിധങ്ങൾ അതിനോട് പറയാതിരിക്കണം? തങ്ങൾക്ക് പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ആരല്ല അർഹൻ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്, അലി എന്നവരെല്ലാം. ഇത് കിതാബോട് തെളിയിക്കേണ്ട ഒരു കാര്യമല്ല, ഹിസ്റ്ററി കൊണ്ട് തെളിയിക്കില്ല. അവർ തന്നെ സംഭവിക്കുന്ന ഈ 7 ദിവസം ആരിമാമത്തൊന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അള്ളാഹു റസൂൽ എല്ലാം കൊണ്ട് തീരുമാനിച്ചു വെച്ചിരുന്നു, ഇതിന്റെ ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അതിനും മാത്രമായില്ല, ഈ പറയുന്ന 7 ദിവസങ്ങളിൽ നമുക്കത് അത്യോഗ്യം അള്ളാഹുവിന്റെ ആ നിൽക്കുള്ള ഏൽപ്പനയും നബിതങ്ങളുടെ ഏൽപ്പനയും ഇമാമ എന്ന റോളിൽ അലിയാർക്കുണ്ട് എങ്കിൽ അദ്ദേഹം അഫ്ളലല്ലേ? അഫ്ളല് ഉണ്ടായിരിക്കെ ഫാദിൽ ഇമാം നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോ അലിയാരുടെ തുടർച്ചയെ പറ്റി ശിയാക്കൾക്ക് എന്ത് പറയാനുണ്ട്? ചോദ്യം. 7 ദിവസം അദ്ദേഹം തുടർന്നല്ലോ, നബിതങ്ങളില്ലാത്ത 7 ദിവസവും തുടർന്നല്ലോ. ഈ തുടർച്ചയിൽ അലിയാരുടെ ജമാഅത്ത് ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടില്ലേ? പിന്നെ അതിനുശേഷം 25 കൊല്ലം വേറുണ്ട്. ശ്രദ്ധിക്കുന്നവരുടെ ഉണർന്നവരുടെയൊക്കെ വേക്കിൽ തുറന്നുകൊണ്ട് ജീവിച്ചത്, അതും അവർ അംഗീകരിക്കുന്നു. അപ്പൊ അലിയാർ അംഗീകരിച്ച വിഷയം എന്താ? ഞാനിപ്പോഴും വാവിലല്ല, മഫ്ളൂലാണ് അവരുടെ മുന്നിൽ. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ്? അനമദീനത്തിൽ വാരിയും ബാബുഹ പറഞ്ഞ പോലെ മൻ കുന്തു മൗലാഹു ഫാരിയും മൗലാഹു. അർത്ഥം കേൾക്കുക. അനമദീനത്തിൽ വാരിയും ബാബുഹ എന്നുള്ളത് തന്നെ മതി. ഷിയാക്കൾക്ക് അലിയാരുടെ കഴിവ് ഇത്രയേ ഉള്ളൂ നമുക്ക് ബോധ്യപ്പെട്ടു. മഹാനവരുടെ കൊച്ചാക്കല്ലേ കേട്ടോ. അവർ ഉരുവ് കാണിക്കുമ്പോൾ ഉരുവിനെ ചെത്താൻ വേണ്ടി പറയുക. അനമദീനത്തിൽ വാരിയും ബാബുഹ എന്ന് പറയുമ്പോൾ ഞാൻ ഇൽമിന്റെ നഗരമാണ്, അലി അതിന്റെ ഗേറ്റാണ്. പോരെ സിദ്ദീഖ് എന്നവർ ബേക്കോട്ട് പോയില്ലേ? ഞാൻ പറയുന്നു ആ വാക്ക് തന്നെ മതി. അലിയാർ സിദ്ദീഖിന്റെ ബേക്കിലാന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇവിടെ വലിയൊരു മാറ സംഘടിപ്പിക്കുകയാണെന്ന് വെക്കുക, ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. എക്സിബിഷന് കാര്യമായൊരു ഗേറ്റും ഉണ്ടാവും. അപ്പോൾ ആ എക്സിബിഷന്റെ ഉള്ളിലുള്ള സംഗതികൾ ശരിക്കും ഉൾക്കൊള്ളുക ഗേറ്റാണോ അല്ല എക്സിബിഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്? അനമദീനത്തുൽ വാരിയും ബാബുഹ, ഞാൻ ഒരു എക്സിബിഷൻ ഹാളാണ്, അതിലേക്ക് വരുന്ന ഒരു ഗേറ്റാണ് അലി. അപ്പോ രാവും പകലും ആ എക്സിബിഷനിൽ 15 ദിവസമുണ്ടെങ്കിൽ എല്ലാ ദിവസവും എക്സിബിഷൻ ഹാളിൽ വന്നും പോയും ശരിക്കത് യൂസ് ചെയ്ത ആൾക്ക് 15ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് എമ്പാടും നിറകുടമായിട്ടുണ്ടാവുകയാണ്. പുസ്തകത്തിനൊക്കെ എക്സിബിഷനാണെന്നെങ്കിൽ നിറകുടമായിട്ടുണ്ടാവും. ഗേറ്റിന് എന്ത് കഴിയും? ഗേറ്റിന് വന്നും പോയ ആളുകളെ കൃത്യമായ ലിസ്റ്റ് കിട്ടും. ഇവന് ഇപ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്രാവശ്യം പോയിട്ടുണ്ട്, ഇതെല്ലാം സെക്യൂരിറ്റിക്ക് പറയാൻ കഴിയും. അപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ള ആള് അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്. അലിയാറാണെങ്കിലോ ഒരു ഗേറ്റാണ്, ഗേറ്റിനുള്ളിടത്തോളം ഉപ്പും കിട്ടിയിട്ടുണ്ട്. പോരെ? അപ്പൊ തന്നെ അബൂബക്കർ സിദ്ദീഖ് മുന്നിൽ കിട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, വൽ യഉമ്മക്കും മഖറഉക്കും ലികിതാബില്ല. ആരാ പറയുന്നത്? നിങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ ഏറ്റവും കൂടുതൽ വിവരസ്ഥൻ. ഇത് പ്രഖ്യാപിച്ച തങ്ങളാണ് 7 ദിവസം തന്റെ സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് നിൽക്കുന്നത്. അപ്പൊ വാക്കും പ്രവൃത്തി എതിരാൻ പാടില്ലല്ലോ. അപ്പൊ അക്ര ആവാൻ കഴിഞ്ഞത് ആർക്കാണ്? ഈ എക്സിബിഷൻ ഹാളിൽ ശരിക്ക് കയറി ഇറങ്ങാൻ കഴിഞ്ഞുള്ള ആളാണ്. അലി റളിയല്ലാഹു അൻഹു അത്ര തന്നെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ സിദ്ദീഖ് എന്നവരുടെ കാലം കഴിഞ്ഞ് വളർന്നവരുടെ സമയം കഴിഞ്ഞപ്പോഴും അവ അലിയാക്കി തിരിഞ്ഞൊരു വസ്തുതയില്ല. എന്താ? ഞാൻ ഗയിച്ച് തന്നെയാണ്, ഞാനിപ്പോഴും ഗയിച്ച് തന്നെയാണ്, എന്നെക്കാളും യൂസ് ചെയ്താണ് ഉണറാ, മൂപ്പർ നിൽക്കട്ടെ. മൂപ്പർ അവിടെ മാതിങ്ങി വന്നു. ഉസ്മാൻ എന്നവരുടെ കാലം വന്നു, അപ്പോഴും മൂപ്പരിങ്ങനെ വിലയിരുത്തി, സ്വന്തം അപ്പനാ വിലയിരുത്തി. എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെയുണ്ട്. അപ്പൊ ഞാനിപ്പോഴും ഗയിച്ച് തന്നെയാണ്, എന്നെക്കാളും യൂസ് ചെയ്ത് പോകുന്നത് അവിടെ സമ്മതിച്ചുള്ളൂ. പിന്നെയാണ് മുആവിയ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും സമയം വന്നത്. ആ സന്ദർഭത്തിൽ മൂപ്പർ ശരിക്കും തൂക്കി നോക്കി. മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ചെയ്തു, ഞാൻ യൂസ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തി. അപ്പോ ഞാൻ ഗേറ്റാണെങ്കിലും ഈ ഗേറ്റിന് കിട്ടിയ അത്ര പറ്റാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നോക്കുന്ന അവസരത്തിൽ ശരിക്കും അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് ഖലീഫയായി വാങ്ങിയിരുന്നു. അപ്പോൾ തർത്തീബിന് വിപരീതമായി അസുഖകരമായി ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖ് ഉണർന്നവരും അലി റളിയല്ലാഹു അൻഹു അംഗീകരിക്കപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. ഇനിയും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ.
ഖുർആനിന്റെ കാര്യത്തിൽ. തറാവീഹിനെ ഒരൊറ്റ ഇമാമിന്റെ കീഴിലായി രണ്ടാമത് പ്രസ്താവിച്ചു എന്ന് പറയുന്നതിന് തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ മാത്രം ഒരു വിഷയത്തിൽ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മളവിടെ 3 ഖലീഫമാർ ഖുർആനെ സേവനം ചെയ്തതായി കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമ്മുൽ മുസ്ഹഫ് എന്ന് പറയുന്ന ഒരു ഖിദ്മത്താണ് ചെയ്തത്, വിശദീകരിക്കാൻ സമയമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊളോക്കിയൽ, എല്ലാ കൊളോക്കിയലും അവസാനിപ്പിച്ച ഒറ്റ ലഹജയിൽ ഖുറൈശി ലഹജയിലേക്ക് ജമ്മു ചെയ്തു എന്ന് പറയുന്നതാണ് മഹാനവരുടെ സേവനം. ഇത് രണ്ടിനും ഇടയിലൊരു സേവനമുണ്ട്, സേവനമാണ്. എന്താണെന്നറിയാമോ? ഒരൊറ്റ കായിന്റെ കീഴിൽ ഒരു ദിവസം, ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്ക് അല്ലാഹു മുതൽ അവസാനം വരെയും 2 ഇമാമികളുടെ പറയും ആൺകുട്ടിയാണെങ്കിൽ ഉണ്ടായില്ല. എന്തുകൊണ്ട്? മൂപ്പര് പെൺകുട്ടിയായതുകൊണ്ടല്ല, മുസഫില്ലാത്തതുകൊണ്ടാണ്. അരിയാറ് പെൺകുട്ടിയായതുകൊണ്ടല്ല. എത്ര പേര് ചോദിച്ചു ബുഖാരിയുടെ പറയുന്നല്ലോ. ഒരു സഹാബി ചോദിക്കാൻ ചെയ്തു അവരോട്, മഹാനായ അലിയോട്, അല്ല ഇന്തൊക്കും കിതാബ് നിളയിൽ എന്തൊക്കെ ഉണ്ടെന്നത് ഇങ്ങനെ മറ്റേ അവരോട് ആ കരയിൽ പ്രസ്ഥാനക്കാർ സബിയാക്കൾ പറയുന്നത് എപ്പോഴും പറഞ്ഞു കൊടുക്കാണ്. കൂടെ വല്ലതുകൊണ്ടോ? അവന് ഒന്നുമില്ല. ഒരു മനുഷ്യന് നൽകപ്പെട്ട ഫഹ്മ് എന്നതല്ലാതെ ഒന്നുമില്ല. നമുക്കൊക്കെ ഉള്ളതല്ലേ, എല്ലാ ആളുകൾക്കും കിട്ടപ്പെടുന്ന ഒരു ഫഹ്മുണ്ട്, ബുദ്ധിശക്തി. അതല്ലാത്ത വേറൊന്നുമില്ല. ദിയത്തിന്റെ ഏതാനും മസാലകളുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒട്ടക്കത്തണങ്ങൾ. അപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ആര് പറയാ? അലിയുള്ളാഹു പറയാ. ഇവരിപ്പുറത്തും പറയാ, നിങ്ങൾ എല്ലാം പറഞ്ഞാൽ പറ്റും. നിങ്ങളുടെ കയ്യിൽ 17,000 ആയിട്ടുള്ള വിവാഹമുണ്ട്. എന്ത് ചെയ്യും? കണ്ടൂർക്കർ ആവുന്നത്ര പറഞ്ഞു, നിങ്ങൾക്ക് മുടി 2ലേക്ക് വരെ, ഞാൻ മുടി വീട്ടുന്നയാളാണ്. പക്ഷെ കുട്ടികൾ ഇവിടുന്ന് വരണ്ടേ. ഇതാണ് സബയ്യ പ്രസ്ഥാനം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സെന്റ് പോൾ എന്തായിരുന്നു ഈസാ നബി അലൈഹി സ്വലാമിനോട് കാണിച്ചത്? തത്തുല്യമായ പണി അബ്ദുല്ലാഹിബ്നു സബ. രണ്ടുപേരും ജൂതന്മാരാണ്. ഇന്നും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഓരോ ലാൻസ് ക്ലബും റോട്ടറി ക്ലബും അതിന്റെ ചെയർമാനായി നിയമിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടോളൂ, ആശങ്കയോടെ കണ്ടോളൂ. അയാൾ എത്ര തന്നെ സാമൂഹ്യ സേവന മനസ്സുള്ളവനാണെങ്കിലും സാക്ഷാൽ സിയോണിസ്റ്റുകൾ പറഞ്ഞയക്കുന്ന ഏജന്റാണ്. അബ്ദുല്ലാഹിബ്നു സബഇന്റെ പുതിയ മോഡലാണ് റോട്ടറി ക്ലബിന്റെ ചെയർമാൻമാർ, ലാൻസ് ക്ലബിന്റെ ചെയർമാൻമാർ. അപ്പൊ യഹൂദികൾ അവസാനിപ്പിച്ചിട്ടില്ല, അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. യമനിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ തരംഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല യമനെയും നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.